ചോറ് കഴിക്കുന്നത് ഷുഗർ വരും. അത് എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ഇതിനോടൊപ്പം കഴിക്കുന്നു, അതാണ് പ്രധാനം. ഇവിടെ ജനറേഷൻ ആയിട്ട് ചോറ് കഴിച്ചിട്ടും ഷുഗറൊന്നും വരാതെ ജീവിച്ചവരുണ്ട്. എന്നിട്ടും ഇന്ന് ഷുഗർ വരാനുള്ള മെയിൻ കാരണം ജോലിയൊന്നും ചെയ്യത്തില്ല, എപ്പോഴും ഇരുപ്പാണ്, പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ബ്രൗൺ റൈസ് ആണോ വൈറ്റ് റൈസ് ആണോ നല്ലത്? ബ്രൗൺ റൈസ് അൾട്ടിമേറ്റ്ലി നല്ലതാണ് എന്ന് പറഞ്ഞ് വൈറ്റ് റൈസ് പോയിസൺ ഒന്നും അല്ല. വൈറ്റ് റൈസിന്റെ പോർഷൻ കൺട്രോൾ ചെയ്താൽ മതി. ഒരു പിടി ചോറാണെങ്കിൽ അതിന്റെ ഡബിൾ പിടി വെജിറ്റബിൾസ് കഴിക്കുക. പ്രോട്ടീന് മീനായിട്ടോ മുട്ടയായിട്ടോ പരിപ്പായിട്ടോ പ്രോട്ടീൻ കഴിക്കണം. ഇങ്ങനെ കഴിച്ചാൽ ചോറൊരു ബുദ്ധിമുട്ടേ അല്ല. ചോറില്ലാതെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എനർജി ഇല്ലാതെ നടക്കുന്നവരുണ്ട്. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സ് വേണോ? കമന്റ്സിൽ റൈസ് എന്ന് ടൈപ്പ് ചെയ്യുക. ചോറ് കഴിക്കുന്നത് ഷുഗർ വരും. അത് എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ഇതിനോടൊപ്പം കഴിക്കുന്നു, അതാണ് പ്രധാനം. ഇവിടെ ജനറേഷൻ ആയിട്ട് ചോറ് കഴിച്ചിട്ടും ഷുഗറൊന്നും വരാതെ ജീവിച്ചവരുണ്ട്. എന്നിട്ടും ഇന്ന് ഷുഗർ വരാനുള്ള മെയിൻ കാരണം ജോലിയൊന്നും ചെയ്യത്തില്ല, എപ്പോഴും ഇരുപ്പാണ്, പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ബ്രൗൺ റൈസ് ആണോ വൈറ്റ് റൈസ് ആണോ നല്ലത്? ബ്രൗൺ റൈസ് അൾട്ടിമേറ്റ്ലി നല്ലതാണ് എന്ന് പറഞ്ഞ് വൈറ്റ് റൈസ് പോയിസൺ ഒന്നും അല്ല. വൈറ്റ് റൈസിന്റെ പോർഷൻ കൺട്രോൾ ചെയ്താൽ മതി. ഒരു പിടി ചോറാണെങ്കിൽ അതിന്റെ ഡബിൾ പിടി വെജിറ്റബിൾസ് കഴിക്കുക. പ്രോട്ടീന് മീനായിട്ടോ മുട്ടയായിട്ടോ പരിപ്പായിട്ടോ പ്രോട്ടീൻ കഴിക്കണം. ഇങ്ങനെ കഴിച്ചാൽ ചോറൊരു ബുദ്ധിമുട്ടേ അല്ല. ചോറില്ലാതെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എനർജി ഇല്ലാതെ നടക്കുന്നവരുണ്ട്. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സ് വേണോ? കമന്റ്സിൽ റൈസ് എന്ന് ടൈപ്പ് ചെയ്യുക.